ഈ വർഷത്തെ വായനാ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കൃതിയാണ് യശശരീരിയായ കവയിത്രി ബാലാമണി അമ്മയുടെ ഒരു മഴുവിൻ്റെ കഥ. ഒരു മഴുവിൻ്റെ കഥ എന്ന ഈ പുസ്തകത്തിൽ അല്പം ദൈർഘ്യമേറിയ 3 കവിതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാലാമണിയമ്മ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, മലയാള കവിതയെ സ്നേഹിക്കുന്ന ഏവർക്കും സുപരിചിതയാണ്. 1909 ജൂലൈ 19 ചിറ്റൂർ കോവിലകത്തെ കുഞ്ഞുണ്ണി രാജയുടെയും നാലപ്പാട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി ജനിച്ച ബാലാമണിയമ്മ മാതുലനായ കവിയും കൂടിയായ നാലപ്പാട്ട് നാരായണമേനോന്റെ ശിക്ഷണത്തിലാണ് ഭാഷാ പരിചയം ആർജിച്ചത്. അങ്ങനെയാണ് അവരുടെ ഉള്ളില് കാവ്യ സാഹിത്യ ബോധവും വ്യുൽപ്പത്തിയും രൂപം കൊണ്ടത്. ബാലാമണിയമ്മയുടെ രചനകളിൽ വളരെ ആഴമേറിയ മാതൃഭാവവും സദാചാര ചിന്തയും ദേശസ്നേഹവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്നാൽ ആ കാലത്തുണ്ടായിരുന്ന കവികളെ സ്വാധീനിച്ചിരുന്ന കവിത്രയങ്ങളുടെ സ്വാധീനം അത്രയേറെയൊന്നും ബാലാമണിയമ്മയെ സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആശയങ്ങളോടും മാനുഷിക വീക്ഷണങ്ങളോടും ഉള്ള അവരുടെ ആ ഒരു വിധേയത്വം പല കവിതകളിലും പ്രകടമാണ്. ശിശു സഹജമായ നിഷ്കളങ്ക ഭാവവും ആ കാലഘട്ടത്തിൻ്റെ തന്നെ പൊതുവെയുള്ള ഒരു പ്രത്യേകതയായിരുന്ന രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ വാഞ്ചയും ഒക്കെ ബാലാമണിയമ്മയുടെ കവിതകളിൽ ശ്രദ്ധേയമാണ്. വളരെ സ്വാത്വികമായ, കളങ്കരഹിതമായ, സദാചാരനിരതമായ, സന്മാർഗ നിബദ്ധമായ രീതിയിലാണ് അവർ ജീവിതക്രമത്തെ കാണുന്നത് എന്ന് ബാലാമണിയമ്മയുടെ കവിതകൾ വായിക്കുന്നവർക്ക് മനസ്സിലാകും. സാഹിത്യരംഗത്ത് ബാലാമണിയമ്മയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. 1995 ഈ രാജ്യത്തിൻ്റെ പരമോന്നത സാംസ്കാരിക പുരസ്കാരമായ സരസ്വതി സമ്മാൻ നൽകി രാജ്യം അവരെ ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ ബാലാമണിയമ്മയെ തേടി എത്തിയിട്ടുണ്ട്. ബാലാമണിയമ്മയുടെ മകളാണ് പ്രസിദ്ധയായ കഥാകാരി മാധവിക്കുട്ടി അഥവാ കമല സുരയ്യ. ഇവിടെ അവതരിപ്പിക്കുന്ന ഈ പുസ്തകത്തിലെ മഴുവിൻ്റെ കഥയിലെ 3 കവിതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് മഴുവിൻ്റെ കഥ എന്ന് തന്നെയാണ് ആ കവിതയുടെ പേര്. ഈ 3 കവിതകളും താരതമ്യേന ദൈർഘ്യമേറിയതാണ്. ഇപ്പോൾ കവിതകളെല്ലാം തന്നെ ഹ്രസ്വമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരിക്കും വായനക്കാർക്ക് ഈ കവിതയിൽ നിന്ന് ഉണ്ടാവുക. 3 കവിതകളും അല്പം ദൈർഘ്യമേറിയതാണ്. 3 പുരാണ കഥാപാത്രങ്ങളെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്, അവരുടെ ആത്മകഥകളിലൂടെയാണ് മഴുവിൻ്റെ കഥ എന്ന് പറയുന്ന ഈ കവിതാ സമാഹാരത്തിലെ 3 കവിതകളും കടന്നു പോകുന്നത്. ഒന്നാമത്തേത് മഴുവിൻ്റെ കഥയിലെ പരശുരാമനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. പരശുരാമൻ തൻ്റെ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു കഥയെയും മറ്റും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. പരശുരാമൻ മാഹേന്ദ്ര ശൈലത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. നീലവാനിനു താഴെ പച്ച നാക്കില വെച്ച പോലൊരു നാടുണ്ടൻ കണ്ണെപ്പോഴും ഓടും ദിക്കിൽ. നീലാകാശത്തിന്റെ താഴെ വെട്ടിയിട്ട പച്ച നാക്കില പോലെ മനോഹരമായ ഒരു ഭൂപ്രദേശം, അതാണ് കേരളം. എന്നിച്ഛാക്രിയാജ്ഞാന ശക്തികൾ ഉരുക്കൂടി വന്നതാണെന്നാടൊരു മുനിപുത്രൻ തൻ സ്വപ്നം. എന്റെ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ചേർന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ് എന്ന് പരശുരാമൻ ഈ കേരള ഭൂമിയെ നോക്കി ആത്മകഥം ചെയ്യുകയാണ്. അവിടെ പുതുനെല്ലും പൂക്കളും മണം വീശും, അവിടെ പ്രകൃതിയിൽ ഉത്സവമൊരുക്കുന്നു,
അവിടെ കളിവില്ലിനൊച്ചയും പാട്ടും പൊങ്ങും, അവിടെ ജനങ്ങളിന്നുത്സവം കൊണ്ടാടുന്നു. എൻ നാടു ചമയുമ്പോൾ, എൻ പൗരർ മോദിക്കുമ്പോൾ, എന്നെ ഓർക്കുന്നീലൻ തോൾ ഞെരിച്ച മഴുവേയും. പരശുരാമന്റെ ആത്മകഥമാണ്. എന്റെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമെല്ലാം ഉപയോഗിച്ച് ഞാൻ സൃഷ്ടിച്ചെടുത്ത ഈ കേരളം, അവിടെ ഇന്ന് പല വിധത്തിലുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോൾ, ഓണവും മറ്റാഘോഷങ്ങളും ഒക്കെ വന്നു പോകുമ്പോൾ എന്നെ ആരും സ്മരിക്കുന്നില്ല. എന്റെ തോൾ ഞെരിച്ച ഈ മഴുവിനെയും സ്മരിക്കുന്നില്ല. ഈ മഴു തന്റെ തോൾ ഞെരിച്ചതാണ് എന്ന് പരശുരാമൻ തന്റെ വെൺമഴുവിനെ പറ്റി ആത്മകഥം ചെയ്യുന്നു. പരശുരാമന്റെ ആയുധമാണല്ലോ മഴു. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതകാലം അത്രയും സഞ്ചരിച്ചത്, പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടത്. ചില പാപകർമ്മങ്ങളായാലും പുണ്യകർമ്മങ്ങളായാലും അതെല്ലാം ചെയ്യുമ്പോൾ ആ മഴുവും അദ്ദേഹത്തിന്റെ കൂടി ആയുധമായി ഉണ്ടായിരുന്നു. ആ മഴു ഉപയോഗിച്ച് താൻ ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളും അത് ചിലതൊക്കെ വേണ്ടിയിരുന്നില്ല, തെറ്റായിപ്പോയി, പാപമായി എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ താന് ധർമ്മത്തിന് വേണ്ടിയാണല്ലോ അതൊക്കെ ചെയ്തു പോയത് എന്ന് പരശുരാമൻ പിന്നീട് സമാധാനപ്പെടുന്നു. ഇടയ്ക്ക് പരശുരാമൻ ഇങ്ങനെയും വിചാരിക്കുന്നു, തിന്മയെ തകർക്കുവാനല്ലെങ്കിൽ കരാളമീ വെൺമഴുവെനിക്കേകിയെന്തിനു സദാശിവൻ. തിന്മയെ തകർക്കുവാനായിട്ടാണല്ലോ എനിക്ക് പരമശിവൻ ഈ ഒരു മഴു തന്നത്. അതുകൊണ്ട് ഞാൻ തിന്മയ്ക്കെതിരെ പോരാടിയതിൽ തെറ്റില്ല എന്ന് ചില ഘട്ടത്തിൽ അദ്ദേഹം വിചാരം ചെയ്യുന്നുണ്ട്. അതേസമയം തന്റെ പിതാവായ ജമദഗ്നിയുടെ ആജ്ഞ അനുസരിച്ച് സ്വന്തം മാതാവിനെ വെട്ടിവീഴ്ത്തിയതും, അതുപോലെ കാർത്തിവീരാർജുനൻ നിരവധി ക്ഷത്രിയന്മാര് അങ്ങനെയുള്ള നിരവധി ആളുകളെ ഇല്ലായ്മ ചെയ്തതും, അങ്ങനെ അവരെയെല്ലാം കാലപുരിക്കയച്ചതുമൊക്കെ ഈ മഴു ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഈ മഴു തന്റെ തോൾ ഞെരിച്ച മഴു എന്ന് പരശുരാമൻ ആത്മകഥം ചെയ്യുന്നത്. ഈ കവിതയില് പരശുരാമന്റെ കുറ്റബോധവും പശ്ചാത്താപവും അതേസമയം ചില ഘട്ടങ്ങളില് സ്വയം ന്യായീകരണവും വായനക്കാരന് ദർശിക്കാൻ കഴിയും. പുരാണ കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നത് കവിതാ സാഹിത്യ രചനകളിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ആ ഒരു രീതിയിലാണ് ഇവിടെ പരശുരാമനെയും കവയിത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. പരശുരാമൻ നിരവധി ക്ഷത്രിയന്മാരെയും മറ്റും വധിച്ച് അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, പാരിന്റെ നന്മയ്ക്കത്രേ പാഴ്വൻപു കാട്ടാനല്ലി യാരെണ്ണ പിതാക്കൾ തൻ ആത്മീയ ധനം കുഞ്ഞെ. നിനക്ക് ആത്മീയമായ ധനം നിനക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ സ്വന്തം മഹത്വം കാണിക്കാനോ കഴിവ് കാണിക്കാനോ അല്ല. ജമദഗ്നിയുടെ വാക്കുകളൊക്കെ പരശുരാമനെ കൂടുതൽ പശ്ചാത്താപ വിവശനാക്കുന്നു. ഒടുവിൽ കവിതയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെയും ഒരു ദാർശനിക ഭാവത്തില് തന്റെ ഇതുവരെയുള്ള പ്രവൃത്തികളെ കാണുകയാണ്. ഇന്നു ഞാൻ അറിയുന്നുണ്ടേതൊരാദർശത്തിനും മഞ്ഞിലെ കാറ്റേൽക്കുമ്പോൾ തൻ നിറം കെടാമെന്നും, ഏതു നന്മയും ക്രമാൽ മുനകൂർപ്പിച്ചിട്ടേറ്റം യാതനാവഹമാക്കാൻ കഴിയും നരനെന്നും. ഏത് നന്മയും പിൽക്കാലത്ത് തിന്മയ്ക്ക് കാരണമാകാമെന്നും, ഏത് നന്മയും പിൽക്കാലത്ത് തിന്മയായി പരിണമിക്കാമെന്നും, അങ്ങനെ ഏത് നല്ലതിനെയും മനുഷ്യൻ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്നും ഉള്ള ആ ഒരു ദാർശനികമായ മനോഭാവത്തിലേക്ക് പരശുരാമൻ ചെന്ന് ചേരുകയാണ് ഈ കവിതയുടെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ. ഈ മഴുവിന്റെ ഈ കഥ, മഴു ഏന്തി നടന്ന് താൻ ചെയ്തു പോന്ന കൃത്യങ്ങളും അകൃത്യങ്ങളും ഒക്കെ ഓർത്ത് പശ്ചാത്താപ വിവശനായ ആത്മവിചാരം ചെയ്യുന്ന, ചില വേളകളിൽ സ്വയം ന്യായീകരിക്കുന്ന പരശുരാമനെയാണ് ബാലാമണിയമ്മ ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമതായി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതയുടെ പേര് വിഭീഷണൻ എന്നാണ്. വിഭീഷണന് ഏവർക്കും പരിചിതനാണ്. രാവണന്റെ ഇളയ സഹോദരനാണ്. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിങ്ങനെ 3 സഹോദരന്മാരുടെ കഥകളാണല്ലോ രാമായണത്തിൽ പറയുന്നത്. വിഭീഷണനും ഇവിടെ ചില ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ കവയിത്രി ചൂണ്ടിക്കാട്ടുന്നത്. രാക്ഷസ കുലത്തിൽ
അവരെ അനുകൂലിച്ച് യുദ്ധത്തിൽ രാവണനെ അനുകൂലിച്ച് നിൽക്കേണ്ട വിഭീഷണൻ രാമന്റെ പക്ഷം ചേരുകയും അങ്ങനെ സ്വന്തം ജനതയെ സ്വരാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും ചെയ്ത ആ ഒരു രാജ്യദ്രോഹി എന്നുള്ള അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം വംശത്തിന്റെ അന്തകൻ എന്നുള്ള അവസ്ഥയിലേക്ക് വിഭീഷണൻ താൻ സ്വയം മാറിപ്പോയോ എന്ന് പലപ്പോഴും കുറ്റബോധത്തോടെ ചിന്തിക്കുന്നുണ്ട്. എങ്കിലും വിഭീഷണന് ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, താൻ ചെയ്തത് ധർമ്മപാലനത്തിനു വേണ്ടിയാണ്, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് താൻ ചെയ്തത് എന്നും വിഭീഷണൻ ആത്മഗതം ചെയ്യുന്നു. ഒരു ഘട്ടത്തില് വിഭീഷണൻ രാവണന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നേരെ ധൈര്യത്തോടെ പറയുകയാണ്, കളയൂ രണാവേശം, അല്ലയോ ജ്യേഷ്ഠ, കളയൂ രണാവേശം, ജീവിതങ്ങളെ കൊയ്തോ വിളയാടേണ്ടു വൃഥ, പ്രജ്ഞയ്ക്ക് പാകം വന്നോർ. നല്ല അറിവുള്ളവരും പ്രജ്ഞയുള്ളവരുമൊക്കെ മറ്റ് ആളുകളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടാണോ രണാവേശം കാണിക്കേണ്ടത്? ഹാ വെറുക്കുന്നു ഞാൻ ഈ ചോര ചിന്തലും ധീരഭാവവും വിജയാഹങ്കൃതിയും വിലാസവും. ഇങ്ങനെയുള്ള വിജയാഹങ്കൃതിയും ഈ വിലാസവും അല്ലെങ്കിൽ വലിയ ഒരു അധീശത്വ ഭാവവും അതിനെയൊക്കെ ഞാൻ വെറുക്കുന്നുവെന്ന് രാവണനോട് പറയുകയും അതോടൊപ്പം തന്നെ മാനവൻ അർദ്ധാംശം പോൽ വേട്ട പെണ്ണവളെ ഇങ്ങ ആനയിച്ചതേ തെറ്റ് തിരികെ കൊടുത്താലും, രാമൻ തന്റെ ഭാര്യയായി വരിച്ച സീതയെ തിരികെ കൊടുത്താലും എന്ന് രാവണനെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിഭീഷണൻ. അതൊക്കെ അങ്ങനെയുള്ള മനോവിചാരങ്ങൾ വിഭീഷണിൽ കൂടി വന്നു പോകുമ്പോൾ വിഭീഷണന്റെയും ആത്മസംഘർഷങ്ങളാണ് വിഭീഷണൻ എന്നുള്ള ഈ കവിതയിലും കവയിത്രി ചൂണ്ടിക്കാണിക്കുന്നത്. രാമനെ പറ്റി പറയുകയാണ് വിഭീഷണൻ, ഈ മനുഷ്യരിൽ ഏതൊരാളിലും കാണുമു ഞാൻ എൻ രാമനെ. ലോകത്ത് കാണുന്ന ഏത് മനുഷ്യനിലും ഞാൻ എൻ്റെ രാമനെ കാണുകയാണ്. പ്രജ്ഞാർജിത സംസ്കാര പ്രതീകത്തെ, അറിവിൽ നിന്ന് ഉരുക്കൊണ്ട ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായ രാമനെയാണ് ഞാൻ മറ്റുള്ള ഏത് മനുഷ്യനിലും കാണുന്നത്. പ്രേമത്തെ ഖഡ്ഗത്തെ പോലുറയിൽ സൂക്ഷിപ്പോനെ, പേരിനെ പാർചുറ്റുന്ന പേരിനെ തേടുന്നോനെ. സ്നേഹത്തെ, മനുഷ്യ സ്നേഹത്തെ സ്വന്തം ഖഡ്ഗം പോലെ തന്നെ ഉറയിൽ സൂക്ഷിക്കുന്ന രാമനെയാണ് ഞാൻ അനുകൂലിച്ചത് എന്ന ഭാവത്തിൽ വിഭീഷണൻ സ്വയം തന്റെ ഇതുവരെയുള്ള പ്രവൃത്തികളൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. രാമന്റെ പക്ഷം ചേർന്നതിന്റെ ന്യായീകരണം സ്വയം കണ്ടെത്തുകയാണ് വിഭീഷണൻ. അടുത്തതായി വിശ്വാമിത്രൻ എന്ന കവിതയാണ് മൂന്നാമത്തേത്. വ്യത്യസ്തനായ ഒരു വിശ്വാമിത്രനെ അവതരിപ്പിക്കുകയാണ്. പുരാണ കഥകളിൽ നിന്നും ഒരു ഏട് ചീന്തിയെടുത്തിട്ട് അതിൽ നിന്ന് വിശ്വാമിത്രനെയും ഇവിടെ അവതരിപ്പിക്കുന്നു. വസിഷ്ഠൻ ബ്രഹ്മർഷിയും വിശ്വാമിത്രൻ രാജർഷിയുമായിരുന്നു. വിശ്വാമിത്രൻ ഒരു രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു. അന്ന് വനത്തിൽ നായാട്ടിന് വന്നപ്പോഴാണ് വസിഷ്ഠ ആശ്രമത്തിൽ വന്നുപെട്ടതും അവിടെ നിന്ന് വസിഷ്ഠന്റെ വിശിഷ്ടിയായ ഒരു പശുവിനെ, നന്ദിനിയെ കാണാൻ ഇടയാവുകയും ചെയ്തത്. വളരെ വിശിഷ്ടിയായ ആ പശു ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന, ആഗ്രഹിക്കുന്ന ഏത് ആഹാരവും പെട്ടെന്ന് തന്നെ പാകപ്പെടുത്തി തയ്യാറാക്കി നൽകുന്ന സിദ്ധികളുള്ള ആ നന്ദിനി എന്ന പശുവിനെ വേണമെന്ന് വിശ്വാമിത്രൻ വസിഷ്ഠനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വസിഷ്ഠൻ അത് വിസമ്മതിക്കുകയും അങ്ങനെ വിശ്വാമിത്രൻ ആ പശുവിനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനായി ശ്രമിക്കുകയും യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, അരുത് യുവരാജ പാഴലി പ്രാണിദ്രോഹം, പ്രകൃതീശ്വരിയുടെ പൈതലെ തന്റേതാക്കാൻ, പ്രകൃതീശ്വരിയുടെ പൈതലെ സ്വന്തമാക്കാൻ ശ്രമിക്കരുതേ യുവരാജ എന്ന് വസിഷ്ഠൻ വിശ്വാമിത്രനോട് പറയുകയാണ്. അങ്ങനെ വിശ്വാമിത്രൻ വസിഷ്ഠന്റെ വാക്കുകൾ ഒന്നും ചെവിക്കൊള്ളാൻ തയ്യാറാവാതെ ആ പശുവിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഒടുവില് നടന്ന യുദ്ധത്തില് എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് അവിടെ വിശ്വാമിത്രനെ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വാമിത്രന് അവിടെ ഉണ്ടായ തോൽവി, വിശ്വാമിത്രൻ ഒരു രാജർഷി എന്നുള്ള പദത്തിൽ നിന്ന് ബ്രഹ്മർഷി എന്ന പദത്തിലേക്ക് എത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും പലപ്പോഴും വിശ്വാമിത്രന് അനുഭവിച്ചിട്ടുള്ള തോൽവികളും, വിശ്വാമിത്രൻ തപസ്സിൽ തോറ്റുപോയതും അതേസമയം ഹരിചന്ദ്രനുമായുള്ള മത്സരത്തിൽ തോറ്റുപോയതും, അങ്ങനെ തൻ്റെ കഴിവിലുള്ള അമിതമായ ആത്മവിശ്വാസവും അമിതമായ
അധികാര തൃഷ്ണയും കൊണ്ട് വിശ്വാമിത്രന് നേരിട്ട പരാജയങ്ങളെ പറ്റിയും ഈ കവിതയിൽ സൂചിപ്പിക്കുന്നു. ഈ 3 കവിതകളിലും പുരാണങ്ങളിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള കഥാശകലങ്ങൾ കാണാം. ആ കഥാശകലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കവിത മുന്നോട്ടു പോകുന്നത്. മഴുവിന്റെ കഥ എന്ന ഈ കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 കവിതകളിലും പരശുരാമൻ, വിഭീഷണൻ, വിശ്വാമിത്രൻ ഈ 3 കവിതകളിലും മാനുഷികതയുടെ ചില സ്ഫുരണങ്ങൾ പ്രകാശിക്കുന്നതായി കാണാം. പലപ്പോഴും ധർമ്മത്തെയും അധർമ്മത്തെയും ഇഴകീറി പരിശോധിച്ച് അവ എങ്ങനെയാണ് ഓരോ തരത്തിലും നമ്മയൊക്കെ സ്വാധീനിക്കുന്നത്, ഇന്നും മനുഷ്യന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ പറയുന്ന കഥാപാത്രങ്ങളെ പോലെയാണ് നമ്മുടെ ഉള്ളിലെ മനോവിചാരങ്ങളും. പലതും തൻ്റേതാക്കാനുള്ള, പലതും അടക്കിപ്പിടിക്കാനുള്ള വ്യഗ്രത, വലിയ മാമുനിമാരായിരുന്നവർക്ക് പോലും ഉണ്ടായിരുന്ന ആ വ്യഗ്രത ഇന്നും മനുഷ്യന്റെ ഉള്ളില് അവയൊക്കെ അദമ്യമായ ഒരു ജീവിത തൃഷ്ണയായി നിലനിൽക്കുന്നു എന്ന് കവയത്രി ഈ കവിതകളിലൂടെ സമർത്ഥിക്കുകയാണ്. ഈ 3 കവിതകളും ഈ വർഷത്തെ വായനാ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയാണ്. ഈ കവിതകളെ അനുവാചക സമക്ഷം പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ ചുരുക്കട്ടെ.